കോൺട്രാക്ട് മാരേജ്. എങ്ങനെയോ കനത്ത ഭയത്തോടെയും ഉള്ളിലെ ആത്മസംഘർഷത്തോടെയും ഞാൻ ആ കരാർ പേപ്പറുകളിലും ഡിവോഴ്സ് ഫോമിലും ഒപ്പിട്ട് നൽകി. ഇനിയൊരു പിന്മാറ്റം എളുപ്പമല്ലാത്ത പോലെ എനിക്ക് തോന്നി തുടങ്ങി. പേപ്പറുകൾ തിരികെ വാങ്ങി ബാഗിൽ വെക്കുമ്പോൾ ജോർജിയുടെ മുഖത്ത് നേരിയൊരാശ്വാസം മിന്നിമറഞ്ഞു. പക്ഷെ എന്നെ നോക്കാതെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. തികച്ചും ഒരു അപരിചിതനെ പോലെ അവൻ വക്കീലിനൊപ്പം ആ ഫ്ളാറ്റിന്റെ പടിയിറങ്ങി. വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ലിവിംഗ് റൂമിലെ കസേരയിൽ കയ്യിലെ പേനയും മുറുകെ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചു പോയൊരു കളിപ്പാവയെ പോലെ ഞാൻ വീണ്ടും തനിച്ചായി. സത്യം പറഞ്ഞാൽ കടൽത്തീരത്ത് വെച്ച് അവനെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയതിനു പിന്നിൽ ആ കോൺട്രാക്ട് തുക മാത്രമായിരുന്നില്ല മനസ്സിൽ. പണം എനിക്ക് ആവശ്യമായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരണയുണ്ടായിരുന്നു. വർഷങ്ങളായി എന്നെ കൂടെ നിർത്തിയ, എൻ്റെ വീഴ്ചകളിലൊക്കെയും എനിക്ക് താങ്ങായ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവൻ്റെ ഒരു വലിയ പ്രതിസന്ധിയിൽ അവനെ ഒന്ന് സഹായിക്കാൻ എനിക്ക് കഴിയുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു എന്നെ നയിച്ചത്. അവൻ്റെ ആവശ്യങ്ങളെ എൻ്റെ കൂടി ആവശ്യമായി കാണാൻ ശീലിച്ച എൻ്റെ മനസ്സിൻ്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു അത്. എന്നാൽ ആ ഒരു വാക്കിന് പിന്നിൽ ഇത്രയും വലിയ നിയമപരമായ കോംപ്ലിക്കേഷനുകളും ക്രൂരമായ നിബന്ധനകളും ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വെറുമൊരു നാടകം എന്ന് കരുതിയ കാര്യത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു ചതിക്കുഴിയുണ്ടെന്ന് ഈ പേപ്പറുകൾ മുന്നിൽ വന്ന് വീണപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അവൻ എന്നോടുള്ളത് വെറുമൊരു സ്വാർത്ഥത മാത്രമായിരുന്നോ എന്ന ചോദ്യം എൻ്റെ ഉള്ളിലൊരു പിടച്ചിലായി മാറി. ട്രെയിൻ ജനാലയിലൂടെ അരിച്ചെത്തിയ തണുത്ത കാറ്റിൽ ഞാൻ കണ്ണുകൾ മെല്ലെ തുറന്നു. ജോർജിയുടെ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. വണ്ടി കോട്ടയത്ത് എത്തുമ്പോഴേക്കും മനസ്സിൽ ഒരു വലിയ കാർമേഘം ഉരുണ്ടു കൂടിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുരിശുംകൂട്ടി തറവാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വിറയലടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പുറത്ത് വഴിനീള റബ്ബർ തോട്ടങ്ങളും കായൽക്കരയിലെ ഈറൻ കാറ്റും എൻ്റെ കാഴ്ചകളെ കുളിർമയുള്ളതാക്കിയെങ്കിലും ഉള്ളിലെ ഭയത്തിൻ്റെ തടാകത്തെ ഒട്ടും ശാന്തമാക്കിയില്ല. എൻ്റെ തൊട്ടടുത്ത് തന്നെ ജോർജ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഇരിപ്പിൽ ഒരു തണുത്ത കരിങ്കൽ മതിൽ ഞങ്ങൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. കാറ് പതുക്കെ മെറ്റലിട്ട വഴിയിലൂടെ തിരിഞ്ഞ് ആ കൂറ്റൻ പടിക്കെട്ടുകൾ താണ്ടി കുരിശുമുട്ടി തറവാടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് വന്നു നിന്നു. നീണ്ട വർഷത്തെ പ്രൗഢി ആ നാലുകെട്ട്. ഈട്ടിത്തടിയിൽ തീർത്ത ഭീമാകാരമായ തൂണുകളും പഴയ ശൈലിയിൽ മേഞ്ഞ കറുത്ത ഊടുകളും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന വലിയ പൂമുഖവുമെല്ലാം ആ തറവാടിൻ്റെ തലയെടുപ്പ് വിളിച്ചോതുന്നതായിരുന്നു. മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിർത്തിയിട്ടിരിക്കുന്ന ആഡംബര കാറുകൾ, അതിനപ്പുറം തണൽ വിരിച്ചു നിൽക്കുന്ന പ്ലാവുകളും മാവുകളും. വണ്ടിയുടെ ശബ്ദം കേട്ടാവണം അകത്തുനിന്നും ഒരു കൂട്ടം മനുഷ്യർ ഉമ്മറത്തേക്ക് വന്നതും എന്നിൽ ഭയത്തിൻ്റെ കനലുകൾ ആളി. കാറിൻ്റെ വാതിൽ തുറന്ന് ഞാൻ കാലുകൾ പുറത്തേക്ക് വെച്ചതും സ്നേഹത്തിൻ്റെ വലിയൊരു അലകടലാണ് എൻ്റെ നേർക്കു വന്നത്. എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ചൊടുവിൽ ഒരു പെണ്ണിൻ്റെ കൈയും പിടിച്ചു വന്നല്ലോ. നിലവിളക്കും താലവുമായി ഉമ്മറത്തേക്ക് ഓടി വന്നത് ജോർജിയുടെ അമ്മച്ചി ത്രസ്യാമയായിരുന്നു. വെള്ള കോട്ടൺ സാരി ഉടുത്ത ഒരു പാവ അമ്മച്ചി. ആ മുഖത്തുണ്ടായിരുന്ന വാത്സല്യം എൻ്റെ ഉള്ളിലേക്ക് ഒരു കുളിർമയായി പെയ്തിറങ്ങി. അമ്മച്ചി ഓടിവന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ ഇരു കവിളിലും ചുംബിച്ചപ്പോൾ വിറയ്ക്കുന്ന എൻ്റെ ചുണ്ടുകൾ മുംബൈയിലെ ആ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് ഒപ്പിട്ട കോൺട്രാക്ട് പേപ്പറുകളെ ഓർത്ത് ഉള്ളിൽ വിങ്ങി. ഒരു വലിയ നുണയുടെ പുറത്താണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന സത്യം എൻ്റെ മനസാക്ഷിയിൽ ഉള്ളിലിരുന്ന് കുത്തി നോയിപ്പിച്ചു. അപ്പോഴാണ് ഉമ്മറത്തെ വലിയ തേക്കിൻ കസേരയിൽ പ്രൗഢിയോടെയിരുന്ന അപ്പച്ചൻ പതുക്കെ എഴുന്നേറ്റ് വന്നത്. വെളുത്ത ജുബയും മുണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. കട്ടിമീശയും നരച്ച മുടിയുമുള്ള അപ്പച്ചൻ്റെ ഗൗരവം. ആ ഗൗരവം നിറഞ്ഞ നോട്ടം ആദ്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെങ്കിലും അടുത്തേക്ക് വരുന്തോറും ആ കൺകോണുകളിൽ ഒരു പിതാവിൻ്റെ ആർദ്രത തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അമ്മച്ചി,
ഇവളാണ് ദർശിനി. ജോർജ് പെട്ടെന്ന് എൻ്റെ തോളിലൂടെ കൈ ചേർത്ത് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ എന്നെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ വിരലുകളിലെ ആ ചൂടും പെട്ടെന്നുണ്ടായ പ്രണയത്തിൻ്റെ തിടുക്കവും എൻ്റെ ശരീരത്തെ ഒന്ന് ഉലച്ചു കളഞ്ഞു. ഒരു മികച്ച നടൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് അതുമാത്രമാണതെന്ന് എനിക്ക് മാത്രമായിരുന്നല്ലോ അറിയാമായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജോർജിയുടെ അനിയത്തി പ്രിയയും ഭർത്താവ് ആന്റണിയും അവരുടെ കുഞ്ഞുങ്ങളുമെല്ലാം വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ നന്മയോടെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തറവാട്ടിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അപ്പച്ചനെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പച്ചൻ ഇത്രയും കടുത്തൊരു നിബന്ധന വെച്ചത് ജോർജിയോടുള്ള ദേഷ്യം കൊണ്ടോ നിലയ്ക്ക് നിർത്താനോ ഒന്നും ആയിരുന്നില്ല. മകൻ ഒരു പെണ്ണിന് തണലായി ഒരു നല്ല കുടുംബമായി ജീവിക്കുന്നത് കണ്ട് കണ്ണടയ്ക്കണമെന്നുള്ള ഒരു വൃദ്ധനായ പിതാവിൻ്റെ ആകുലത മാത്രമായിരുന്നു അത്. ജോർജിക്ക് വിവാഹം എന്ന താലിച്ചരടിൻ്റെ ബന്ധത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു. വിശ്വസ്തതയോ ജീവിതാവസാനം വരെയുള്ള കൂട്ടിനോ അവൻ ഇതിനായിരുന്നില്ല. പക്ഷേ ഒരു വ്യവസ്ഥിതിയുടെയും ചട്ടക്കൂടിൻ്റെയും ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ അവൻ്റെ ഉള്ളിലെ സ്വതന്ത്ര ചിന്തകൾ അനുവദിച്ചിരുന്നില്ല. എങ്കിലും അവൻ്റെ ബിസിനസ് തകർച്ചയിൽ നിന്നും അവനെ രക്ഷിക്കാൻ അപ്പച്ചൻ്റെ ആ ഒപ്പ് അത്രമേൽ അനിവാര്യമായിരുന്നു. പണവും ആവശ്യങ്ങളും മനുഷ്യരെ എന്തൊക്കെ നാടകങ്ങളാണ് കളിപ്പിക്കുന്നത് എന്നോർത്ത് ഞാൻ ആ ഉമ്മറത്തെ തൂണിലേക്ക് ചാരി. എൻ്റെ കണ്ണുകൾ പതിവില്ലാതെ നിറഞ്ഞു. പെട്ടെന്ന് കണ്ണ് തുടച്ചതും എന്നെ നോക്കി ചാരിപ്പടിയിൽ ജോർജി ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ സന്തോഷത്തിൻ്റെതായിരുന്നു. അടുത്ത ഞായറാഴ്ച തന്നെ ഞങ്ങളുടെ വിവാഹ നിശ്ചയവും മിന്നുകെട്ടും ഇടവക പള്ളിയിൽ വെച്ച് നടത്താൻ അപ്പച്ചൻ ഉറപ്പിച്ചു. തറവാട്ടിലെ മരുമകളായി പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ കേരളീയ തനിമയുള്ള ഒരു കസവ് സാരിയായിരുന്നു എൻ്റെ വേഷം. സ്വർണ്ണ നൂലുകൾ പാങ്ങിയ ആ വെളുത്ത മന്ത്രകോടി സാരി ഉടുത്ത് മുടിയിൽ ഏറൻ മുല്ലപ്പൂക്കളും ചൂടി ഞാൻ ആ വലിയ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകളിൽ തിളങ്ങിയത് വിവാഹപ്പെണ്ണിൻ്റെ നാണമായിരുന്നില്ല, മറിച്ച് ഭയത്തിൻ്റെ ഒരു നേർത്ത നീർച്ചാലായിരുന്നു. മുറിക്കുള്ളിലേക്ക് കയറി വന്ന ജോർജി കസവും മുണ്ടും ജുബയും ഇട്ട് അതീവ സുന്ദരനായി മുന്നിൽ നിന്നു. കണ്ണാടിയിലൂടെ എന്നെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം എന്തോ ഒരു ഭാവം മിന്നിമറഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം അവൻ ആ മുഖം തിരിച്ചു കളഞ്ഞു. പള്ളിമേടയിലെ ആ വലിയ തേക്കുമേശയ്ക്ക് ഇരുവശവുമായി ഇരിക്കുമ്പോൾ ഇടവക വികാരിയച്ഛനും അപ്പച്ചനും എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിച്ചു. 8 വയസ്സുള്ളപ്പോൾ എന്നെ തനിച്ചാക്കിപ്പോയ എൻ്റെ അമ്മയെക്കുറിച്ചും എൻ്റെ അച്ഛനെക്കുറിച്ചുമൊക്കെ ഞാൻ ഇടറിയ ശബ്ദത്തോടെ തുറന്നു പറഞ്ഞു. എൻ്റെ ഭൂതകാലത്തിൻ്റെ ശൂന്യത കേട്ട് പള്ളിമുറിയിൽ ഒരു നിമിഷം കനത്ത നിശബ്ദത പടർന്നു. പക്ഷേ ആ തറവാട്ടുകാർക്ക് അതൊന്നും ഒരു കുറവായി തോന്നിയില്ല. അമ്മയില്ലാത്ത കൊച്ച, നീ ഒട്ടും വിഷമിക്കണ്ട മോളെ, ഇനി ഈ അമ്മച്ചിയുണ്ട് നിനക്ക്. ട്രേസി അമ്മച്ചി പള്ളിമേടയുടെ ആ തണുത്ത അന്തരീക്ഷത്തിൽ വെച്ച് എൻ്റെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകളിലെ ആത്മാർത്ഥത എൻ്റെ ഉള്ളിലേക്ക് ഒരു കുന്തമുന പോലെ തുറച്ചു കയറി. ദൈവത്തിൻ്റെ ആ വലിയ ആലയത്തിൽ വെച്ച് ഇത്രയും നിഷ്കളങ്കരായ മനുഷ്യരെ പറ്റിച്ച് ഞാൻ കളിക്കുന്ന ഈ കപട നാടകം ഓർത്ത് ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. വികാരിയച്ഛൻ ആശീർവദിച്ച മിന്നൽ ജോർജിയുടെ കയ്യിലേക്ക് കൊടുത്തു. പള്ളിയിലെ വലിയ മണിപ്പുഴക്കങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു കേട്ടു. 100 കണക്കിന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മെഴുകുതിരി നാളങ്ങൾ തെളിഞ്ഞു നിന്ന ആ അൽത്താരയ്ക്ക് മുന്നിൽ വെച്ച് ജോർജി എൻ്റെ കഴുത്തിൽ താലി ചാർത്തി. ആ നേർത്ത സ്വർണ്ണനൂൽ എൻ്റെ കഴുത്തിൽ വീണ നിമിഷം എൻ്റെ ശരീരമൊന്നും ഉലഞ്ഞു. തൊട്ടു പിന്നാലെ അവൻ മന്ത്രകോടി എൻ്റെ തലയിലൂടെ പുതുപ്പിച്ചു തരുമ്പോൾ അവൻ്റെ വിരലുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ചെയ്യുന്ന ചതിയുടെ ഭയം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പ്രാർത്ഥനകൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ആശംസകൾ നേർന്നു. തറവാട്ടുമുറ്റത്ത് പന്തലൊരുക്കി വലിയ വിരുന്നിൻ്റെ മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നു. ആളുകൾ നോക്കി നിൽക്കെ ജോർജി സ്നേഹത്തോടെ എന്നെ ഊട്ടാൻ തുടങ്ങി.
എന്റെ ചുണ്ടിലൊട്ടിയ ചോറുള്ള അവൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് വളരെ പതുക്കെ തുടച്ചു മാറ്റി. അവന്റെ ആ സ്പർശനത്തിൽ എന്തോ ഒരു ആർദ്രതയുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ തറവാട്ടുവീടിന്റെ മുകളിലത്തെ നിലയിലുള്ള ഞങ്ങളുടെ കിടപ്പുമുറിയിൽ കനത്ത വാതിലടയുന്നതോടെ പകലുടനീളം ഞങ്ങൾ അണിഞ്ഞു നടന്ന ആ പ്രണയത്തിന്റെ ഭംഗി പൂർണ്ണമായും ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. വാതിലിന്റെ കൊളുത്തു വീഴുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം ഒരു വലിയ നാടകത്തിന്റെ തിരശീല വീഴുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മച്ചിയും പ്രിയയും ചേർന്നൊരുക്കിയ ആ വലിയ മുറിയിൽ വാടിയ മുല്ലപ്പൂക്കളുടെ തീക്ഷ്ണമായ ഗന്ധം തങ്ങി നിന്നു. മണവാളനും മണവാട്ടിക്കുമായി മധ്യത്തിലൊരുക്കിയ ആ വിശാലമായ കട്ടിൽ പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിലേക്ക് നോക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നി. എന്നാൽ ജോർജി കസവും മുണ്ടും കുപ്പായവും അഴിച്ചു വെച്ച് ആഭരണങ്ങളുടെ തിളക്കമെല്ലാം മേശപ്പുറത്തേക്ക് അലക്ഷ്യമായി ഊരിയിട്ടു. തൊട്ടടുത്ത നിമിഷം തികച്ചും ഒരു അപരിചിതനെപ്പോലെ അവൻ കട്ടിലിന്റെ മറുകോണിലേക്ക് മാറിയിരുന്നു. എന്റെ നിഴൽ പോലും തന്റെ മേൽ വീഴരുത് എന്നതുപോലെയുള്ള ഒരു ജാഗ്രത അവനിലുണ്ടായിരുന്നു. അവൻ എന്നെ തൊട്ടതുപോലുമില്ല. മുറിയിലെ ഡിംലൈറ്റിന്റെ മഞ്ഞ വെളിച്ചത്തിൽ എന്റെ കൺകോണുകളിലേക്ക് നോക്കാതെ ഒട്ടും ഭാവമില്ലാത്ത തണുത്ത ശബ്ദത്തിൽ അവൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ദർശിനി. നമ്മൾ തമ്മിലുള്ളത് ഒരു കരാർ മാത്രമാണ്. അത് മറക്കാതിരുന്നാൽ രണ്ടുപേർക്കും നല്ലത്. ആ വാക്കുകൾ ശാന്തമായ ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പ് പോലെയാണ് വന്ന് തറച്ചത്. പണത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ അവൻ്റെ കൂടെ ഈ നാടകത്തിന് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ ആഴമേറിയ സൗഹൃദത്തിൻ്റെ ഓർമ്മകളിൽ എവിടെയോ എൻ്റെ മനസ്സിൽ അവനോടൊരിഷ്ടം പതുക്കെ തോന്നി തുടങ്ങിയിരുന്നു. അത് കേവലം പണത്തിനപ്പുറമുള്ള ഒന്നാണെന്ന് എൻ്റെ മനസ്സും മന്ത്രിച്ചിരുന്നു. നല്ല കഥയല്ലേ? ലില്ലി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി. അല്ലെങ്കിലും മോശമാവില്ലല്ലോ പിള്ളേരെ. കഥ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ ആരും മറക്കല്ലേ.